അപ്പൊ നമ്മള് വന്ന കാര്യം നടക്കട്ടെ. എനിക്കിപ്പോ ഇത് കഴിക്കാൻ നല്ല സമയാ. കോൾഡ് ഉള്ളതുകൊണ്ട് മുക്കുക പൊക്കുക ഇടുക. വൃത്തു തന്നെ ഉണ്ട്. ബജി കഴിക്കണമെന്നുണ്ടെങ്കിൽ മുളകൊന്നും വേണമെന്നില്ല. അതെ, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ബജി ഉണ്ടാക്കാനായിട്ട് ഞങ്ങള് തുനിഞ്ഞിറങ്ങിയ ഞങ്ങള് 2 തരം ബജിയിൽ ഒതുക്കി. നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്കൊന്ന്, ഞാൻ നോക്കിയതാ മൈക്ക് നേരെയല്ലേ, പച്ചക്കറി തോട്ടത്തിലേക്കൊന്ന് പോവാം. പച്ചക്കറി തോട്ടം എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ടൊമാറ്റോ, പച്ചക്കാന്താരി, വെണ്ട, വെണ്ടയ്ക്ക ഞാൻ കട്ട് ചെയ്തെടുത്തു. വെണ്ട, പിന്നെ പാവയ്ക്ക മൊത്തം കട്ട് ചെയ്ത്. ഒരു പാവയ്ക്ക കേട്ടോ ഞാൻ കിടപ്പുള്ളൂ. ഇന്ന് പാവയ്ക്കാത്തോരനായിരുന്നു ഞങ്ങളുടെ കറി. ഇതന്നെ ഈ ഇങ്ങനെ പൊങ്ങി അങ്ങ് പോണേ. അത് എനിക്ക് അറിയില്ലടി, എന്നാ തോട്ടി പോലെ. എന്നെക്കാളും പൊക്കാലോ. അതെ 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 അതെ. ഞാൻ 165.5. ഇതിപ്പോ 165 സെന്റിമീറ്റർ, 6 അടിയുടെ അത്ര ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ പൊങ്ങിയതിലും വെളുത്ത കാന്താരി പൊങ്ങി നിക്കണ കാണണോ? ചട്ടിയിലിതേ പൊങ്ങി വലുതായോ? അതെ, അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഏഞ്ചലേച്ചോട് പറഞ്ഞു കൊടുക്കാന്ന്. വലുതായി വലുതായി. ഇത് നിങ്ങള് മുളച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിടിച്ചു, വലുതായി അല്ലേ? വലുതായി. ഇനി ഓരോ സ്റ്റേജ് കാണിക്കാം അല്ലേ? ഇഞ്ചി, ഇതാ കളറുള്ള ഇഞ്ചിയാണോ? നീ മേടിച്ചോണ്ട് വന്നേ. പറിക്കണ കാണിക്കാട്ടോ. ചുവന്ന ഇഞ്ചി. ഇപ്പൊ ഇഞ്ചി പറിക്കുന്ന സമയമാണോ? അല്ല, അത് വേനക്കാണ്. പക്ഷെ നമുക്കേ അതൊരു നാളെയോ അടുത്ത ആഴ്ചയോ ഇച്ചിരി ഒരു കോമ്പ് അടർത്തി കാണിക്കാം. എന്നിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നമ്മള് വന്ന കാര്യം നടക്കട്ടെ. വാ. അവിടെ നിന്നാണോ ഏരിയ പറിക്കണ്ടേന്ന് ആലോചിക്കുക. ഇല്ല, അവിടെ പോയി നോക്കാം. അവിടെ നിന്ന് പറിക്കാം. വാ. എല്ലായിടത്തും ഉള്ളോണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും പറിക്കാം. ഇവിടത്തെ പക്ഷെ പോയി. എന്നാന്നോ അതെങ്ങനെയാ പോയേ? അത് പോയതില്ലേ, അപ്പനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ പുല്ല് ക്ലീനിങ് ആക്കി സന്ധിക്ക. അന്നേരം കളഞ്ഞോ? കണ്ടില്ലെന്നേ, ഇരുട്ടത്താ പുല്ല് പറ്റിയത്. കുഴപ്പമില്ല, അവിടെയൊക്കെ കുറെ നിപ്പുണ്ടല്ലോ. ദുരന്തായി പോയല്ലോ. ദുരന്തായി. എന്നോട് പറയാം എല്ലായിടത്തും കൊണ്ടുപോയി പനിക്കൂർക്ക വയ്ക്കും. പിന്നെ എങ്ങനെയാണ് കണ്ടില്ല, പോയി. എന്തായാലും സംഗതി നഷ്ടപ്പെട്ടു. അത് പറഞ്ഞാ മതിയല്ലോ. ആ ബന്ദി ഒന്ന് പിടിച്ചോട്ടോ. ഗ്യാസ് വണ്ടി വന്ന് തിരിച്ച പടാതെ. മരക്കൂണ് കണ്ടോ? അതെ, ഇത് മരക്കൂണല്ലേ? ഇത് മരത്തിന്റെ വേരിലാണോ ഉണ്ടാവുന്നത്? അതെ, അതുകൊണ്ടാണോ ഇതിനെ മരക്കൂണ്? അതുകൊണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വാ, പറിച്ചെടുക്കാം. ബന്ദി പിടിക്ക. ബന്ദി പൂവിട്ടല്ലോ. ഇത് ശൈല തന്നെ കൊമ്പ് ഒടിഞ്ഞു പോയത് തന്നാ. പക്ഷെ അത് പിടിച്ചിട്ടില്ല. പിടിക്കുമെന്ന് നോക്കാം. അപ്പുറത്ത് ഭാഗമുണ്ട്. അത് പിടിച്ചോളും. ഇത് നമുക്ക് തൈ തന്നതാ. നമുക്ക് പനിക്കൂർക്കയില കട്ട് ചെയ്യാന്നാ. വാ. പച്ചമുളക് വേണോ? വേണ്ട, അത് പറിച്ചു മടുത്തു. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഞാൻ ചുമ്മാ കാട്ടിൽ കൊണ്ടുപോയി വെക്കണം. അതെല്ലാം പിടിക്കും. കത്തി വേണ്ട. അതിന് സൂപ്പ് ഉണ്ടാക്കാൻ നല്ലതായത്. അത് ഉണ്ടാക്കിക്കോ. സൂപ്പ് ഉണ്ടാക്കുമ്പോ അതിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് ഒടിച്ചങ്ങ് എടുത്തു. അപ്പൊ പടർന്നു വന്നോളൂ. കവറിലിരിക്കണം. പടർന്നു വരും. ഇല്ല, അവിടെ നട്ടേക്കണോ നല്ലതായിട്ട് നിൽക്കുക. പക്ഷേ ഇല്ലേ, ഇനി പുല്ല് വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. നിറച്ച് പുല്ല. അപ്പൊ ഇത് പറിച്ചെടുക്കാം തൽക്കാലം. നല്ല ഇല നോക്കി പറിക്കട്ടെ കേട്ടോ. എല്ലാം നല്ലത് തന്നെയാ. നല്ല, എന്നാലും മോശമൊന്നുമില്ല. എല്ലാം നന്നായിട്ടാ നിക്കണം. വലിപ്പമുണ്ട് അത്യാവശ്യം അല്ലേ? നല്ല മണം. വെള്ളം തിളപ്പിക്കുമ്പോ വേണമെങ്കിൽ കോൾഡ് ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ട് ഇത് ചെയ്തോ, നല്ലതാ. ഇതിന്റെ സ്റ്റോക്ക് കുടിച്ചാലും മതി. സൂപ്പ് ഉണ്ടാക്കുമ്പോഴേ ഇതിന്റെ സ്റ്റോക്ക് ഉപയോഗിക്കാം. എടുത്തു. പണ്ട് കുളിക്കുമ്പോ ഒക്കെ ഇത് ഇടൂലായിരുന്നു. അത് വെള്ളം തിളപ്പിക്കുമ്പോ ഇതിട്ട് തിളപ്പിച്ചേച്ച് കുളിച്ചാൽ നല്ലതാ. മമ്മിയുടെ പ്രധാന പൊടിക്കൈകളിൽ ഒന്നാണ് പനിയൊക്കെ വരുമ്പോ. വീട്ടിലല്ലേ മമ്മി സ്ഥിരം പറയുമായിരുന്നു. അല്ലേലും ഒരു വീടായ പനിക്കൂർക്ക ഉള്ളത്. പനിക്കൂർക്കയും വേണം. എന്റെ അഭിപ്രായത്തിൽ തുളസിയും വേണം. ഒരു തുളസിയെങ്കിലും വേണം. ഒരു തുളസി ഉണ്ടായ പിന്നെ ഇഷ്ടം പോലെ തുളസി. പണ്ട് നമുക്ക് വിക്സ് തുളസി ഉണ്ടായിരുന്നില്ലേ? അത് എവിടെയായിരുന്നു? അത് നല്ലതായിരുന്നു. അത് മേടിച്ചു തയ്യായിരുന്നു. അത് മേടിച്ചായിരുന്നു. പക്ഷെ പോയി. അത് കാലഹരണപ്പെട്ട് പോയിന്ന് തോന്നണം. പിന്നെ പിടിച്ചില്ല. മതി. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചെയ്യാം. ചെയ്യാം. പോരെ. അപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഉണ്ടാക്കണ ഒരു ബജിയ, ഒരു
ഐറ്റം കൊണ്ടുള്ള ഒരു ബജിയെ തയ്യാറാക്കണം. ഒരു കാര്യം പറയാം, എനിക്ക് ഈ ബജിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്കിപ്പോ ഇത് കഴിക്കാൻ നല്ല സമയാ, കോൾഡ് ഉള്ളതുകൊണ്ട്. ഇല പിടിച്ചോ? അതെ, നല്ല കഴുകി നീറ്റായിട്ട് വെള്ളമൊക്കെ വാർന്നിരിക്കുവാണ്. പിന്നെ നമുക്ക് തുടങ്ങാം. കടലമാവാട്ടോ, കുറച്ച് കടലമാവ് ബൗളിലേക്ക് കടലമാവ് ഇടാം. കടലമാവിന് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കുന്നവർ എന്താണെന്ന് പറയണേ. അപ്പൊ ഈ കമന്റ്സ് വായിക്കുന്നവർക്കും അത് ഉപകാരപ്രദമാവൂലോ അല്ലെ? ഉപകാരപ്രദമാവൂലോ. നോക്കിയത് ഏതാണ്ട് പൊടി. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഒരു പൊടിക്ക് അരിപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. അധികം ചേർക്കണില്ല, ഒരു ക്രിസ്പിനെസ് കിട്ടുമെന്നൊക്കെയാണ് പറയണത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഇതിനാവശ്യമുള്ള സ്വല്പം ഉപ്പ്. ഇതിനാവശ്യമുള്ള ഉപ്പ് മതിയാവും. മതി. പിന്നെ ഇച്ചിരി പിരിയമുളക് കൂടി ചേർക്കാം കേട്ടോ, കളറ് കിട്ടാൻ. എത്രയായാലും കളറാണ് ഇതിനൊരു ഭംഗി നൽകുന്നത്. പോരെ? ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടേക്കാം. അത് കിട്ടോ? അത് വേണം എന്തായാലും. നല്ല കളറിങ് പോരട്ടെ. കാണുമ്പോ ഒരു ലുക്കൊക്കെ വേണ്ടേ? അതെ, ഇത് ലുക്കും വേണം, ടേസ്റ്റും വേണം. ഇത് ഈ പൊടികളെല്ലാം ഹോം മെയ്ഡാട്ടോ. പെട്ടെന്ന് ഒരു ബജിയൊക്കെ കഴിക്കണം തോന്നുന്നേ. ഇച്ചിരി അരിപ്പൊടി എടുത്തോണ്ട് വരട്ടെ. ഒരു സ്പൂൺ ചേർത്താൽ മതി അല്ലേ അരിപ്പൊടി. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ ചാലിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് ചാലിക്കാം. വറുത്ത അരിപ്പൊടി. ഇനി ഞാൻ വെള്ളം എടുത്തോണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് പാകത്തിന് കുറുകിയ പരുവത്തിന് അത് ആക്കിയെടുക്കാം. ഇത്തവണ നമ്മുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഇല്ല, അത് കാരണം വെളിച്ചെണ്ണയിലാട്ടോ വറക്കണം. കൂടുതൽ വേണ്ട കേട്ടോ, അല്ലെ പിന്നെ ഇടേണ്ടി വരും പൊടി. അല്ല, ഇത് വേണ്ടി വരും പൊടി. എന്തായാലും ഇതും കൊണ്ടും മതിയാവൂല. അത് മിക്സ് ചെയ്യട്ടെ, കാരണം ഇത് സെറ്റായി വരുമ്പോൾ വേണ്ടി വരും. തികയില്ല. ഇതിപ്പോ കറക്റ്റാന്ന് തോന്നുന്നു. ഇത് ഇച്ചിരി കൂടെ പൊടി എന്തായാലും വേണ്ടി വരും. അതിന് അത്ര മുക്കണ്ടേ? അത്ര 10 ഇലയുണ്ട്. അത് ഇലയിലധികം പിടിക്കില്ലെന്നേ. പിടിക്കണില്ല അല്ലേ? ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്താ മതി. ഇനി അത് മതി, മിക്സ് ഉണ്ടാക്കിയാ മതി. കാരണം ഇല ചെറുതല്ലേ, അപ്പൊ ഇച്ചിരി മതിയാവും അത്. ഇത് കറക്റ്റാ. ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. കളറൊക്കെ ഉണ്ട് മുളക് പൊടിയുടെ ഒക്കെ. കായപ്പൊടി ഇടണ്ടോ? വേണ്ട, നമുക്ക് വേണ്ട. ഇരിപ്പുണ്ട് കാര്യം, പൊടി വേണ്ട. പൊടിക്ക് വേണമെങ്കിൽ ഇട്ടോ. കായത്തിന്റെ ടേസ്റ്റ് കിട്ടാത്ത രീതിയിൽ ഒരു പൊടിക്ക് എടുക്കട്ടെ കേട്ടോ. പൊടിക്ക് കായപ്പൊടി മതി. രുചി കിട്ടുകയും ചെയ്യരുത്, എന്നാ കിട്ടുകയും ചെയ്യണം. അതെ. അങ്ങനെ അത് രസാ കായപ്പൊടി ചേർക്കണേ. ചേർക്കാം. അല്ല, ചേർത്തല്ലോ. ഇനി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതെ. നന്നായിട്ട് മിക്സ് ചെയ്യും. മുക്കുവാണേ. ഇത്തവണ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആട്ടോ. ഇച്ചിരി കൂടിപ്പോയെന്നുള്ളതാ. മുക്കുക, പൊക്കുക, ഇടുക. തണ്ടേല് പെരട്ടിയിലായാലും കുഴപ്പമില്ല, പിടിച്ച് കഴിക്കാലോ. ഒരു അബദ്ധം പറ്റി, തണ്ട് ഇച്ചിരിയോടെ വെച്ച് കട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇച്ചിരി ഒരു കുറവായി പോയത്. അതൊരു കുറവ് തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല. അതേ വീർത്തു തന്നെ ഉണ്ട് കേട്ടോ. വീർക്കണുണ്ടോ? വീർത്തോളൂ. അടുത്തത് ഇടുവാണേ. 2 ഇടാനേ പറ്റുള്ളൂ. 2 മതി. കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി വലിയ ഇലയല്ലേ. വേണമെങ്കിൽ പറഞ്ഞ അവിടെ ഇടാം. വേണ്ട, ശരിയാവൂല. വീർത്തു തന്നെ ഉണ്ട്. 2 കിടക്കട്ടെ അല്ലേ? അത് നന്നായിട്ട് പൊള്ളച്ചു. അത് ആദ്യം ഇട്ടതല്ലേ? അതാ ശരിക്കും വീർത്തു. നമ്മള് സോഡാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങളെ കാണിച്ച സംഗതികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ, മറ്റത് വെറുത്തു തുടങ്ങി. അതൊരു സമയം ഉണ്ടെന്ന് തോന്നുന്നു വെറുത്ത് വന്നെ അല്ലേ? ചൂടായി കഴിയുമ്പോഴായിരിക്കും. നല്ല രസമായിട്ട് വരുന്നത്. ആരെങ്കിലും ഒക്കെ വരുമ്പോഴും കൊടുക്കാം, ഒരു വെറൈറ്റി. എടുക്കേണ്ട ടൈം ആയോ എന്ന് തോന്നണം. ഇത് മതിയത് എനിക്ക് തോന്നണം. ഇനി ഇരുന്ന് മൂക്കുമായിരിക്കും. മൂക്കും അല്ല, എന്നാലും കളറുണ്ടല്ലോ. ഏതാണ്ട് ഉണ്ട്. കുറച്ചും കൂടി മൂക്കും. അതെ, അതിന്റെ ഞരമ്പൊക്കെ കാണാം. നല്ല രസം. ഇനി എടുത്തോ. എടുക്കട്ടെ. നമുക്ക് ടിഷ്യൂലേക്ക് ഇങ്ങനെ അങ്ങ് വെക്കാം. എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇടാം. എണ്ണ കാഞ്ഞു വെറുതെ പോകണ്ടല്ലോ. ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി മുരിയണം. അതെ, സെക്കൻഡ് ട്രിപ്പും നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ബജി കഴിക്കണമെന്നുണ്ടെങ്കിൽ മുളകൊന്നും വേണമെന്നില്ല. ഒരിക്കലും ഇല്ല. മുളകോ കായോ മറ്റു സംഭവങ്ങളൊന്നും വേണമെന്നില്ല.
പനിക്കൂർക്ക കൊണ്ടും ഉണ്ടാക്കാം എന്ന്. അതെ, തെളിഞ്ഞിരിക്കണം. തെളിഞ്ഞിരിക്കുന്നു അല്ലേ? നല്ല കോമളച്ചും വന്നുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊരു അതിശയാട്ടോ, ഇങ്ങനെ പൊങ്ങി വന്നത്. അത് വല്ലാത്തൊരു അതിശയ അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമാണോ പനിക്കൂർക്ക? എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് പരിപ്പുവട, ഉഴുന്നുവട, പിന്നെ ബജി എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഒരു ബജിയും കേട്ടോ, അങ്ങനെയുള്ളതൊക്കെ എനിക്കിഷ്ടം. അപ്പം നമുക്ക് കുറച്ച് ബജിമാവ് ബാക്കി വന്നു. അപ്പം നമ്മുടെ അപ്പയുടെ അതിൽ നിന്ന് പോയി ഇവള് 3-4 ഇത് പറിച്ചുകൊണ്ട് വന്നു. പച്ചമുളക് പറിച്ചുകൊണ്ട് വന്നേച്ച് അതിൻ്റെ കായെല്ലാം എനിക്ക് കളഞ്ഞ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്, തുടച്ച്. അപ്പം ഇത് ഇനിയിപ്പോൾ എണ്ണ മൂത്ത് വരുമോ വർത്താനം പറഞ്ഞു തന്നതേ മാവിലേക്ക് ഇട്ട. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. ചൂടായി വന്നേ ഉള്ളിലേക്ക് ആക്കിയേക്കാം, ആയിക്കോളും. ഇരുമ്പ് ചീനിച്ചട്ടി ആകുമ്പോൾ കട്ടിയുണ്ടല്ലോ, ചൂടായി വരാൻ ഇച്ചിരി താമസം. പിന്നെ ഓൾറെഡി ചൂടായിരിക്കുന്ന ചട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. അത് മറ്റേ ബജി ഉണ്ടാക്കി വെച്ച് പറഞ്ഞില്ലേ, ഓഫ് ചെയ്തിട്ട് ഇത് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി. ഇപ്പം ചൂടായി വേഗം സന്ധ്യ ആവൂലേ? 5:45 സന്ധ്യ ആവും നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച്. അത് ഈ മരങ്ങൾ നിൽക്കണോണ്ട് പെട്ടെന്ന് മൂത്തു. അത് കട്ടിയില്ലല്ലോ. അതല്ല, അടർത്തി എടുക്കാൻ ലാസ്റ്റ്. അത് വെള്ളം വലിഞ്ഞു കഴിയുമ്പോഴേ അടർത്തി എടുക്കാം. എണ്ണ വലിഞ്ഞു കഴിയുമ്പോൾ, വെള്ളമല്ല. വേഗം തന്നെ ടിഷ്യൂലേക്കൊക്കെ വെക്കും, കാരണം എണ്ണ പലഹാരല്ലേ. അതെ 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 അതെ. അപ്പൊ അത് വലിയണോല്ലോ മാക്സിമം. അതെ അതെ അതെ. ഉൾമേശപ്പുറത്ത് മറ്റേ ബജി ഇരിപ്പുണ്ട് കേട്ടോ, ഒന്നിച്ച് സെറ്റാക്കാൻ പിടിക്കാം. ഇവനും കേമന, ഇവനെല്ലാം നല്ല വീർത്തിരിപ്പുണ്ട് കണ്ട. ഇവനും കൊള്ളാം. ഇങ്ങനെ ഒരു ബജി ഉണ്ടാക്കാനായിട്ട് ഞങ്ങള് തുനിഞ്ഞിറങ്ങിയ ഞങ്ങള് 2 തരം ബജിയിൽ ഒതുക്കി. അതെ, രണ്ടും പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഐറ്റം കൊണ്ട്. അതായത് ഈ ബജി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കുറച്ച് മാവ് അധികം വന്ന, ആ മാവ് കളയണ്ടല്ലോ എന്ന് ഓർത്ത് അപ്പടെ പച്ചമുളക് 3-4 ഇവിടെ പറിച്ചുകൊണ്ട് വന്നേച്ച് കഴുകിയേച്ച് അരിയൊക്കെ കളഞ്ഞേച്ച് ആ മാവിലിട്ടങ്ങ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തേച്ച് ചീൻചട്ടിയിലേക്കിട്ട് വറുത്ത് കോരി. അപ്പം മുളക് ബജിയായി. കായ മുഴുവൻ അതിന്റെ കളഞ്ഞോട്ട്, അരി മുഴുവൻ കളഞ്ഞ നേരിയ എരിവുണ്ടെന്ന് അവള് പറഞ്ഞത്. എന്നതാണെങ്കിലും അപ്പൊ 2 തരം ബജി കിച്ചണിൽ തയ്യാറായി. ഹാപ്പിയായി. മുളക് ബജി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മുളക് ബജി വേണ്ട, ഒട്ടും എരിവില്ല. ടേസ്റ്റ് ചെയ്യാം. ഒരെണ്ണം പകുതി കടിച്ചു നോക്ക്, അപ്പൊ അറിയാലോ. കുളിക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോൾ ടൈം ഇല്ല ഒട്ടും എനിക്ക്. കാരണം ഒത്തിരി വൈകിയേ പറ്റില്ല. കാര്യം 6 മണി കഴിഞ്ഞോളൂ. അല്ല 6:30 ശരിയാ. എരിവ് തീരെ കുറവാട്ടോ, എരിവില്ല, കുഴപ്പമില്ല. അരി കളഞ്ഞോണ്ടാ. നന്നായിട്ട് കഴിക്കാം. വയറൊന്നും എരിയില്ല, ഒട്ടുമില്ല. എരിവ് തീരെ കുറവാട്ടോ. ഓക്കെ, ഇനി കഴിച്ച അഭിപ്രായം പറഞ്ഞു. അതെ. അപ്പൊ ഞാൻ ഏറ്റവും വലുത് തന്നെയാണ് കേട്ടോ എടുക്കണം കഴിക്കാൻ വേണ്ടിട്ട്. നല്ല ക്രിസ്പിയാണോ, പപ്പടം നല്ല പൊടിഞ്ഞു പോകും. ചൂടാറി കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് നല്ല പപ്പടം പോലെ ആയിട്ട് ഇരിക്കണേ, നല്ല സുണ്ട് കഴിക്കാൻ. അതുകൊണ്ട് ഇത് ചൂട് നന്നായിട്ട് അറിയും, പക്ഷെ സ്റ്റിൽ നല്ല പപ്പടം പൊടിയണ പോലെ പൊടിയുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ, ഞാൻ രസം കഴിക്കും. പനിക്കൂർക്കയിലയുടെ കുത്തലൊന്നുമില്ല. രസമുണ്ടോ? ഒരു വെറൈറ്റിക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്തെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മുളക് ബജി എന്ന് പറയുമ്പോഴത്തേനും ഞാൻ അധികം മൂക്കാത്ത മുളക് നോക്കിയാണ് പറിച്ചെടുത്തത്. പിന്നെ അതിൻ്റെ അരി കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അല്ല, കുറച്ചൊക്കെ എരിവുണ്ട്, എന്നാലും ഏറെക്കുറെ എരിവൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാനേജബിൾ ആണ് ഉള്ള എരിവ്. അത് ചിലപ്പോൾ അധികം മൂക്കാത്തത് നോക്കി പറിച്ചുകൊണ്ടായിരിക്കാം. സംഭവം കൊള്ളാം കേട്ടോ. 2 ടൈപ്പ് നല്ല വെറൈറ്റി ബജികൾ. പക്ഷേ മുളക് ബജി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അല്ല കേട്ടോ. കാരണം എത്രയായാലും അതിനകത്ത് എത്ര അരികളൊക്കെ കളഞ്ഞു കഴിഞ്ഞാലും ഈവൻ ടെൻഡറാണ് ഞാൻ പറിച്ചത്. അതായത് അധികം മൂക്കാത്ത മുളകാണ് പറിച്ചത്. പക്ഷേ എന്നിട്ടും അതിനകത്ത് ചിലതിനൊക്കെ ചെറിയൊരു എരിവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അത് ഒരുമിച്ച് ഒരേ സമയം 2-3 എണ്ണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴായിരിക്കും അങ്ങനെ തോന്നുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പനിക്കൂർക്ക ബജി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാരണം ആ പനിക്കൂർക്കയുടെ ആ ഒരു ചൊവയോ അങ്ങനെ ഒന്നും തോന്നിയിരുന്നില്ല
കഴിക്കാം, നല്ല രസമായിട്ട് കഴിക്കുകയുണ്ടായി. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്കായിരുന്നു കേട്ടോ.